6 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നാലെ നടന്നത് നാടകീയ രംഗങ്ങളാണ്. കോടതി വളപ്പിൽ നിലത്ത് കിടന്ന് കരഞ്ഞ് നിലവിളിച്ചു 6 വയസ്സുകാരിയുടെ അമ്മ. വണ്ടിപ്പെരിയാറിലെ ഈ അമ്മയുടെ കരച്ചിൽ കണ്ട മലയാളികൾക്ക് ഓർമ്മ വന്നത് വാളയാറിലെ ആ അമ്മയുടെ കരച്ചിൽ കൂടിയാണ്. ഇതെന്റെ മക്കളുടെ കുഞ്ഞുടുപ്പ. വാളയാറിൽ നെഞ്ചുപൊട്ടി കരഞ്ഞ അമ്മയുടെ മുഖവും 2 പെറ്റിക്കോട്ടും ഇന്നും കേരളത്തിന്റെ നോവാണ്. ഇപ്പോൾ മറ്റൊന്നുകൂടി. 16 വർഷം കാത്തിരുന്നുണ്ടായ കുഞ്ഞാണവൾ. കൊന്നുകളഞ്ഞില്ലേ, അവനെ മോളുടെ അച്ഛൻ കൊല്ലും. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുകയായിരുന്നു വണ്ടിപ്പെരിയാറിലെ ഈ അമ്മ. അർജുൻ DYFIക്കാരനാണ്. അയാളുടെ രാഷ്ട്രീയം ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ചിലരെങ്കിലും ചോദിക്കും. അന്തം കമ്മികൾ ചോദിച്ചുകൊണ്ട് എന്തായാലും വരും. കാരണമുണ്ട്. കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന വാദം ഉയരുന്നത് കൊണ്ടാണ് അർജുന്റെ രാഷ്ട്രീയം പറഞ്ഞത്. പ്രതി ഇയാൾ തന്നെയാണെന്ന് കുടുംബം ആവർത്തിച്ച് പറയുന്നു. വീടിന്റെ പരിസരത്ത് ആ ദിവസം ആ സമയം അർജുനെ കണ്ടവരുണ്ട്. തെളിവെടുപ്പിനിടെ ചെയ്ത കുറ്റകൃത്യങ്ങൾ അർജുൻ കൃത്യമായി വിവരിച്ചു കൊടുത്തതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നിരുന്നു. കൂടാതെ അർജുനെ ഈ പ്രദേശത്ത് കണ്ടു എന്ന മൊഴി പലരും കൊടുത്തിരുന്നു. എന്നാൽ കേസ് കോടതിയിലെത്തിയതോടെ അർജുൻ ഊരിപ്പോന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇതിന് പിന്നിൽ പോലീസിന്റെ കളിയുണ്ടെന്നും കാശ് വാങ്ങി അവരെ അവനെ രക്ഷിച്ചതാണെന്നും പല കോണിൽ നിന്നും വാദങ്ങൾ വരുന്നു. മാത്രമല്ല ഈ കുടുംബം തന്നെ അത് ആവർത്തിക്കുന്നുണ്ട്. വാളയാറിലും പോലീസിന്റെ തിരക്കഥ നമ്മൾ കണ്ടതാണല്ലോ. 2 പിഞ്ചു കുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ശാരീരിക ബന്ധമെന്നുവരെ FIRൽ എഴുതിയ പോലീസ് ഏമാന്മാരുണ്ടായിരുന്നു. ആത്മഹത്യ എന്താണെന്നു പോലും ചിന്തിക്കാനുള്ള പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ കെട്ടിത്തൂങ്ങിയെന്ന് എഴുതിയ ഏമാൻ, ആ ഏമാൻ മറ്റാരുമല്ല, പിണറായി സർക്കാരിന്റെ അടിമ സോജനായിരുന്നു. അയാൾക്ക് നേരെ വലിയ വിവാദങ്ങൾ അന്ന് വന്നിരുന്നു. വാളയാർ കേസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ആ കേസിൽ നടന്നതുപോലെ ഇതിലും അട്ടിമറി നടന്നോ എന്ന ആരോപണം വരുന്നതിനാലാണ്. വണ്ടിപ്പെരിയാർ പീഡന കേസിൽ പ്രതി രക്ഷപ്പെട്ടതിന് കാരണം പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പിഴവുകൊണ്ടാണെന്ന വാദം വരുന്നു. മാത്രമല്ല കോടതി വളപ്പിൽ കുഞ്ഞിന്റെ അമ്മയുടെ നിലവിളി കേരളത്തിന്റെ നോവായി മാറുകയാണ്. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി V. മഞ്ജു ആണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. വിധി പ്രസ്താവന വന്നതിന് പിന്നാലെ പെൺകുട്ടിയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും കോടതിയിൽ പൊട്ടിക്കരഞ്ഞാണ് അവരുടെ രോഷം പ്രകടിപ്പിച്ചത്. കോടതി വിധിക്കെതിരെയും ജഡ്ജിക്കെതിരെയും വൈകാരികമായി പ്രതികരിച്ച കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും കൂടെ ഉണ്ടായിരുന്നവർക്ക് കഴിഞ്ഞില്ല. നാടകീയ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. പൂജാമുറിയിലിട്ടാണ് എൻ്റെ കുഞ്ഞിനെ അവൻ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയതെന്നും ഞാൻ ചോറും കഞ്ഞിയും കൊടുത്തിട്ട് പോയ എൻ്റെ കുഞ്ഞിനെയാണ് അവൻ കൊന്നതെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടിയുടെ അമ്മ പറഞ്ഞു. TV കണ്ടുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് അവൻ കൊന്നത്. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ആറ്റുനോറ്റ് കിട്ടിയതാണ്. എന്ത് നീതിയാണ് കിട്ടിയത്? നിങ്ങൾക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? ഏത് നീതിയാണ് കിട്ടിയത്? നിങ്ങളുടെ കുഞ്ഞിനെ ഇതുപോലെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നോ? എൻ്റെ മോൾക്ക് നീതി കിട്ടിയില്ല. കൊന്നത് സത്യമാണ്. അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. എൻ്റെ ഭർത്താവ് അവനെ കൊന്ന് ജയിലിൽ പോകുമെന്നും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ജഡ്ജിയും ഒരു സ്ത്രീയല്ലേ എന്നും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും എല്ലാവരും കാശ് വാങ്ങിച്ചിട്ട് പ്രതിയെ വെറുതെ വിട്ടുവെന്നും ലക്ഷങ്ങളാണ് ഇറക്കിയതെന്നും കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നു.